അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് ഞാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ താത്തൻ്റെ കുട്ടീനെ മദ്രസന്ന് കൂട്ടാനുണ്ടായിന്. അപ്പം നേരെ വണ്ടിയൊക്കെ എടുത്ത് ചെറുതിനെ മദ്രസന്ന് കൂട്ടി ഇരുന്ന വഴിക്ക് പീടിയെന്ന് പച്ചക്കറി എടുക്കാനുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഉമ്മ വരുമ്പോൾ പച്ചക്കറി വാങ്ങി പീടിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് എടുത്ത് വന്ന് പിന്നെ ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് നിന്ന് ചായ എല്ലാം ഉണ്ടാക്കിയൊരു സത്യം പറഞ്ഞാൽ ഞാൻ ഹോർലിക്സാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഹോർലിക്സ് ഈസ് സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് വേണം പറയാം. അപ്പം ഇടയ്ക്ക് മാത്രം എനിക്ക് ഹോർലിക്സ് കുടിക്കാൻ പൂതിണ്ടാകുമ്പോൾ ഉണ്ടാക്കണമെന്നിട്ട് രാവിലെ അതും പിന്നെ പഴവും മുട്ടയും വെച്ചിട്ട് ഒരു ഒരൊറ്റ ടൈപ്പിൽ അങ്ങനെ ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്നത്. ബാക്കിയുള്ള പരിപാടി എന്ന് പറയാൻ മാത്രം എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ഇനി വെറുതെ കുത്തിരിക്കുക എടുക്കുക അതൊക്കെ തന്നെ ഇനി പണി. രാവിലെ തന്നെ പോകുമ്പോൾ ഉമ്മ വേഗം പണിയൊക്കെ കഴിച്ചിട്ടാണ് പോവുക. അതുകൊണ്ട് എനിക്കധികം പണിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ച് കണ്ട് ഡ്രസ്സൊക്കെ മടക്കിയൊക്കെയുണ്ട്. അങ്ങനെ അവർക്ക് ഡ്രസ്സ് മടക്കിയേക്കുന്നതിൻ്റെ ഇടയിലാണ് താത്തൻ്റെ മോള് വന്നങ്ങാണ്ട് DD ചോക്കോബാർ പറഞ്ഞു തന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആ ചോക്കോബാർ വാങ്ങി അപ്പം തന്നെ കഴിച്ചില്ല. വെച്ചിട്ടാണെങ്കിൽ വേഗം ഈ സാധനം അലിഞ്ഞു. ഒന്നാമതിപ്പോൾ പുറത്താരിലെ ചൂടുമായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ തണുത്ത് നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നിയുണ്ട്. ഞാൻ പിന്നെ അപ്പം തന്നെ പൊളിച്ച് കഴിച്ചതിന് ശേഷം ഞാൻ വേഗം ചെറുതിനെ ഉറക്കി. കാരണം ഓൻ ഉറങ്ങി കിടക്കുമ്പോൾ എനിക്ക് വേഗം ചോറൊക്കെ തിന്നാൻ കഴിയുള്ളൂ. അങ്ങനെ ഓൻ ഉറക്കിങ്ങാണ്ട് ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ചിക്കൻ പൊരിച്ച് ചോറൊക്കെ എടുത്തുങ്ങാണ്ട് ചോറ് തിന്ന് കഴിഞ്ഞ പാടത്തുനിന്ന് ഞാൻ വേഗം പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി. കാരണം നഴ്സറിന് ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് സാധനം വാങ്ങാൻ വരാൻ പറഞ്ഞിട്ട്. ഈ ഗോതമ്പും കടലേക്ക് അങ്ങനെ നഴ്സറിയിലേക്ക് സാധനം വാങ്ങാൻ പോയി. എൻ്റെ എൻ്റെ ഒരു വെയില പുറത്തൊന്നും ഇറങ്ങാൻ വെയില. അങ്ങനെ പിന്നെ പോയി വന്നുങ്ങാണ്ട് ചെറുതോർമ്മമ്പോഴേ എനിക്ക് നഖമൊക്കെ വെട്ടാൻ കഴിയുള്ളൂ. അങ്ങനെ അവൻ്റെ കയ്യിലെ നഖമൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് അതിന് ശേഷം ഞാനും അവനെ ഉറങ്ങി എണീറ്റതിന് ശേഷം പിന്നെ ചായ ഉണ്ടാക്കി കുടിച്ച് ഒക്കത്തിൽ നിന്ന് ഒന്ന് ശരിയാണെങ്കിൽ ചായ ഇരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉമ്മ വന്നപ്പോൾ ചോക്കോബാർ കൊണ്ടുവന്നിട്ടുണ്ടായിന്. എൻ്റെ ഒപ്പം തന്നെ സിപ്പപ്പും പിന്നെ ലേസും കഴിച്ച് നൈറ്റിലെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.